ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോകും. എന്താണെന്നല്ലേ, എടാ അൺബോക്സ് ചെയ്യുന്നവരെ ഇങ്ങനെ. അപ്പം വേൾഡ് കപ്പ് ഒക്കെ വരുവാണ്, ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വെറൈറ്റി സാധനം അൺബോക്സ് ചെയ്ത് തന്നെ തുടങ്ങാൻ തിരിച്ചു. അപ്പോൾ ഇന്ന് കണ്ടന്റ് ഒന്നുമില്ല, സോ ലെറ്റ്സ് ഹാറ്റ്. അല്ല, അതെങ്ങനെ ശരിയാവും? നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ ലോഞ്ച് ചെയ്ത സാധനം നീ അൺബോക്സ് ചെയ്യുന്നു. അല്ല, അതിപ്പോൾ എൻ്റെ ചാനലിലല്ലേ. ചാനൽ എന്റെ ആയിരിക്കും, പക്ഷെ നീ അതിനകത്ത് വിൽക്കുന്ന ഞങ്ങളെയാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾ ചെയ്തോളാം. ഈ പൊക്കും ഞങ്ങളെന്ന് പറയുമ്പോൾ കയറി പാടി. ആ, നമസ്കാരം. ഓ, അപ്പോൾ എല്ലാവരും ഉണ്ട്. അല്ല, ഇതിനകത്ത് എന്തോ മിസ്സിംഗ് പീസ് ഉണ്ടെന്ന് പറഞ്ഞത് കിട്ടിയായിരുന്നോ? വേണമെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ തപ്പാം. നീ അത് തപ്പി ബുദ്ധിമുട്ടുണ്ടാ? ആ മിസ്സിംഗ് പീസുമായിട്ട് ഞങ്ങൾ വന്നേക്കുന്നത്. കയറി പാടി. നമ്മുടെ സ്വന്തം വീടാന്ന് കരുതിയാൽ മതി. ഹൈ ബ്രോ. ആ, പൂർത്തിയായി. എന്നാൽ എല്ലാവരും ഇരിക്കും. സീനിയോറിറ്റി വൈസ് നോക്കുമ്പോൾ ഞാൻ തന്നെ അൺബോക്സ് ചെയ്യാം. അല്ലാതെ വേൾഡ് കപ്പ് എടുത്തൊരാൾ വേൾഡ് കപ്പിന്റെ മോഡൽ അൺബോക്സ് ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു ശരി? അതെ, നിങ്ങൾ സീനിയറാണ്, നിങ്ങൾ കപ്പെടുത്തിട്ടുണ്ട്. പക്ഷെ നാട്ടുകാർക്ക് എന്നെയാണ് ഇഷ്ടം. അപ്പം ഞാൻ അൺബോക്സ് ചെയ്യുന്നില്ലേ എൻ്റെ ഒരു ശരി. അയ്യോ, നിങ്ങൾ ഇങ്ങനെ UDF അടി ഉണ്ടാക്കാതെ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അൺബോക്സ് ചെയ്യാം. നിങ്ങളിത് ഉണ്ടാക്കി പൊളിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യും. സോ ഗൈസ്, ഇവരെല്ലാവരും അപ്രതീക്ഷിതമായി വന്ന സ്ഥിതിക്ക് ഞാൻ ഇത് അൺബോക്സ് ചെയ്തിട്ട് പൊക്കോളാം. ഗൈസ്, ഇതിൽ നമ്പറുകൾ എഴുതിയ കുറച്ച് സാധനങ്ങളുണ്ട്. അതിന് അവസാനമായിട്ട് ഒരു ബുക്കും ഉണ്ട്. ഇനി ഇതെല്ലാം റെഡിയാക്കുന്നതിൻ്റെ പരിപാടി അവർക്ക് കൊടുത്തിട്ട് ഞാൻ പോകുന്നു. ടാറ്റാ. സോ ഗൈസ്, അവൻ പോയ സ്ഥിതിക്ക് ബാക്കി ഞാൻ തുടങ്ങാം. ഈ ബുക്ക് നോക്കിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഈ ബോക്സിൽ മൊത്തത്തിൽ 20 ഇതുപോലത്തെ പാക്കറ്റുകളുണ്ടാവും. അതെല്ലാം ഓരോ സെഗ്മെൻ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇതിൽ 1 മുതൽ 7 വരെയുള്ളത് ഞാനും, 8 മുതൽ 14 വരെയുള്ളത് നമ്മുടെ മെസ്സിയും, 15 മുതൽ 20 വരെയുള്ളത് നമ്മുടെ നെയ്മർ റൂട്ടനെ വരെയും ചെയ്യുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കുഞ്ഞ് വേൾഡ് കപ്പ് ഇപ്രാവശ്യം ഇതിന്റെ വലുതേ എടുക്കായിരുന്നു. പക്ഷെ അതിന് ഇന്നലെ ആൻസിലോട്ടി ബ്രസീലിന്റെ ടീം അനൗൺസ് ചെയ്തപ്പം അതിനകത്ത് ഈ നെയ്മറിന്റെ പേര് ഇല്ലായിരിക്കുമായിരുന്നു. വേൾഡ് കപ്പ് ടീം അനൗൺസ് ചെയ്യുന്നതിന് ഇത്രയും ഹൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ ടീം അനൗൺസ് ചെയ്യുന്നതിലല്ല ഹൈപ്പ്, അതിനകത്ത് ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്നതിലാണ് ഹൈപ്പ്. എന്തായാലും നീയും കൂടെ വന്നപ്പോഴാണല്ലോ ഓളം വന്നത്. ഇനിയിപ്പോ കട്ടൗട്ടുകളും ഫ്ലെക്സുകളും ഫ്ലാഗുകളും തോരണങ്ങളൊക്കെ കയറിക്കോളും. പിന്നെ ഇപ്രാവശ്യം പൊളിക്കണം. പിന്നെ അല്ല, പൊളിച്ചടുക്കണം അല്ലേ. ഓ, ഇവിടെ ഒരാൾ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്തോണ്ടിരിക്കും. ചെയ്. സോ ഗൈസ്, കുറേ നേരത്തെ പണിക്ക് ശേഷം ഇതുപോലത്തെ ഒരു സൂനായും ഇതുപോലത്തെ ഒരു പ്ലേ ഗ്രൗണ്ടും കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കാം. ഇത് 26 2026. ഇനി എന്തരാണോ എന്തോ. പിന്നെ ചെറുക്കൻ ഇങ്ങനെ എടുത്ത് വെക്കണം. നൈസ് ആണെന്നുണ്ടല്ലേ. കൊള്ളാം കേട്ടാ. ഫൈനലിൽ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. തൊപ്പിയൊന്നും കാണത്തില്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 തുടങ്ങാം. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് നമ്മുടെ ബേസ്. അതായത് ഈ പോർഷൻ, അതാണ് ഈ പടർന്ന് കിടക്കുന്നത്. ഇത് നമുക്ക് ഇനി ഉണ്ടാക്കാം. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇത്രയും പാടുപെട്ട് പഠിച്ചിട്ടില്ല. സോ ഗൈസ്, അരമണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം ബേസ് റെഡി ആയിട്ടുണ്ട്. 3 മൂന്നാമത്തെ കൂടെ കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ സാധനം കിട്ടി. ഇനി 4. നാല് പാക്കറ്റ് തീർന്നപ്പം ഇവിടം വരെ എത്തി. ഇനി ബാക്കി
ഓ, 7 കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്ര ആയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ രണ്ടുപേരും ഇവിടെ ചെയ്തു. ഞാൻ പോകുന്നു. ഓ, കളിയാൻ ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. എട്ടും കഴിഞ്ഞു, ഇനി 9. ഇത്ര ആക്കിയപ്പോഴത്തേക്കും എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പറയുന്ന പോലെയല്ല, നല്ല പാടുണ്ട്. ബാക്കി നെയ്മോൻ ചെയ്യും. 15. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലോട്ട് അടുക്കുകയാണ് സുഹൃത്തുക്കളെ. 17 ഇനി 17, 18, 19, 20, 4 കൂടെ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് കപ്പ് ഫുള്ളാവും. മുടിയൊക്കെ കണ്ട ഒരുമാതിരി ഇരിക്കുന്നു. ഇത് കുറച്ചേ ഉള്ളതെന്ന് വിചാരിച്ചാൽ നോക്കി പോയതാൽ കൂടുതലൊന്നും തോന്നും. ഇത് മറ്റേ ബോൾ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്ന മനുഷ്യനാണ് കേട്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ 18 കഴിഞ്ഞപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി 2 സെക്കൻഡ്സ്. 19. അങ്ങനെ നമ്മൾ അവസാനത്തെ സ്റ്റേജ് എത്തിയിരിക്കുന്നത് ഗൈസ്. 20. ഈ ഒരു അടപ്പും കൂടി ഇട്ട കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അവസാനത്തെ 2-3 ഇനി കുറച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ തീർന്നത്. നീണ്ട 8 മണിക്കൂറത്തെ പരിശ്രമമാണ്. ഗൈസ്, ലാസ്റ്റ് ഐറ്റം. ഓക്കെ, CR7 അണ്ണനും മെസ്സി അണ്ണനൊക്കെ ഉറങ്ങി. അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം നമുക്ക് കിട്ടി. അവനോടെ അവനെ വിളിക്കണ്ട, ഞാൻ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ കറക്കി വരുമ്പോൾ ഇവിടെ ഒരിതുണ്ട. ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തുറക്കുമ്പോൾ ഉള്ളിൽ നിന്നും
ഒരുത്തൻ ഇങ്ങനെ ചാടണ്ടാണ്, ചാടി വരും കപ്പം പിടിച്ചോണ്ട്. ഇവനെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കാം. സോ ദിസ് ഈസ് അവർ ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ, ബൈ. അയ്യോ, കുറേ കഷ്ടപ്പെട്ടടെ. ശരി എന്നാൽ, ഗുഡ് ബൈ.